ഹലോ ഗൈസ്, രാവിലെ നമ്മളെല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് പോവുകയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ഡ്രസ് കോഡൊക്കെ ആയിട്ടാണ് നോക്കിയാൽ നീല വെള്ളം. ഇതെന്താ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ? പറഞ്ഞില്ലാത്തണ്ടി. സമയം 7:15. നമ്മൾ 7:30 ട്രെയിൻ. 7:15 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതേ ഉള്ളല്ലേ. വീട്ടിനടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ ഉമ്മിയും പ്രവീൺ ആൻറ്റിയും ഇതേ നേരെ പോകുന്നുണ്ട്. ആൻറ്റി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. ടാറ്റയൊക്കെ കാണിച്ച് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. കുക്കുവിനെക്കാളി വലിയ ബാഗ് ഇട്ടുകൊണ്ടാണ് അവൻ നടക്കുന്നത്. ഇവിടെ മൊത്തം വെള്ളമായിട്ട് നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പ്രവീൺ ആൻറ്റി ടിക്കറ്റ് എടുത്തിട്ട് നടന്ന് പതുക്കെ വരുന്നു. അമ്മ വേറെ എക്സ്പ്രഷനൊന്നും ഇട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കും. അത് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കുഞ്ഞാറ്റും ഒരുമിച്ചിരുന്ന് ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ സമയം കളഞ്ഞു. പിന്നെ നമ്മൾ വർക്കല എത്തിയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഫോണിലെ ചാർജൊക്കെ തീർന്നുകൊണ്ട് ഫോൺ ചാർജാക്കാൻ വേണ്ടി വെച്ച് എനിക്ക് തന്നെ വിൻഡോ സീറ്റ് കിട്ടിയോണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ഏതൊരു സ്റ്റോപ്പ് എത്തിയപ്പോൾ കുറേ നേരം വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്നു. ഗൈസ്, ഫൈനലി നമ്മൾ TVM എത്താറായിരിക്കുകയാണ്. 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി ഓട്ടോയിലായിരുന്നു ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വന്നത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സൂവിലും കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിലെത്തി. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനും കുഞ്ഞാറ്റും പിന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ബോറടിച്ചപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. നമ്മൾ അവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ച് സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ എവിടാന്ന് പോലും അറിയത്തില്ല. ഏതൊക്കെയോ കുറേ വണ്ടികളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് മാത്രം നമുക്കറിയാം. അതെ, പാർക്കിംഗ് ഏരിയ. ഗൈസ്, നമ്മൾ പാർക്കിംഗ് ഇങ്ങനെ നോക്കി നമ്മൾ വലിയ താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നു. സ്ഥലമൊന്നും അറിയത്തില്ല. ഈ വഴി ഇങ്ങനെ പോയാൽ നമുക്ക് അവിടെ ചെന്ന് കയറാം. നമുക്ക് താഴെ പോയി നോക്കി. അതെ, നമ്മൾ എവിടെയെങ്കിലും എത്തും. താഴോട്ട് പോകുമ്പോൾ കുറെ കാട് മാത്രം. പോച്ചയൊക്കെ ഉണ്ടെന്നറിയാം, വേറൊന്നും അറിയത്തില്ല. നല്ല കാറ്റുണ്ട്. Guys, we got Manjari from here. Guys, ഇവിടെ ഫുള്ള് കാടാണ്. എന്തോന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം. നമ്മളങ്ങനെ ഇറങ്ങി വലിയൊരു താഴോട്ട് വന്നിട്ടുണ്ട്. കാര്യം പറയട്ടെ, നമുക്ക് എല്ലാ ട്രെയിനിൽ കയറി പോവാ. 5:30. നമ്മൾ നടന്ന് ഇങ്ങ് അറ്റത്ത് വന്നിരിക്കുകയാണ്. ഇത്ര വലിയ മണി പ്ലാന്റ്. ഇതും അവിടെ നല്ല ചെടിയുണ്ട് കണ്ടോ. മനുഷ്യനില്ലെങ്കിൽ പ്രകൃതി എന്തിനു നല്ലതാ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓ ഗൈസ്, നല്ല സമയം. മഴ പൊടിക്കുന്ന നല്ല ടൈമിനാണ് നമ്മൾ വന്നത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മഴ എന്തോ ഇത് കൊള്ളാം ഗൈസ്. നമ്മൾ മഴ പെയ്തപ്പം തിരിച്ചു പോവാണ്. അയ്യോ, പോയപ്പോ ഇത്ര കയറ്റമില്ലായിരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കുഴഞ്ഞ് നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളെങ്ങോട്ടാ? കഴിക്കാൻ ഫുഡ് അടിക്കാൻ പോവാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഫൈനലി വിശന്നിട്ട് പാടില്ലേ. ഞം ഞം വേണം, ഞം ഞം. A few moments later. ഗൈസ്, ഇവിടെ അടുത്തൊരു കടയുണ്ടെന്നും പറഞ്ഞ് നമ്മളാ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതാ. നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ഇതുവരെ എത്തിയിട്ടില്ല. നടന്ന് എനിക്കറിയാം ഒത്തിരി ദൂരം ഉണ്ടെന്ന്. എന്നാലും ഞാൻ പിന്നെ അങ്ങ് വിട്ട്.
നടന്ന് നടന്ന് എവിടെ എത്തിയെന്ന് പോലും അറിയത്തില്ല. ചുമ്മാ കിടന്ന് കറങ്ങുക. കട എവിടെ? പക്ഷെ അവര് രണ്ടുപേരും കഥയും പറഞ്ഞ് പോവുക അങ്ങ്. കൂട്ടുകാരിയും കൂടെ നടന്നു പോവുക. കണ്ട ഫൈനലി നമ്മൾ കട എത്തി ഗൈസ്. കുറേ നേരത്തെ വെയിലത്ത് ഉള്ള നടത്തത്തിന് ശേഷം ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കുക്കു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കുക്കുവിന് വിശന്നിട്ട് പാടില്ലായിരുന്നു. കുക്കു അവിടെ തൊട്ടേ ഞം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്കെല്ലാം പണിന്നിട്ട് രണ്ടുപേരും സംസാരിക്കുവാണ്. അതെ അതെ ഗൈസ്, നമ്മൾ ഇത്രയും വെയിലത്ത് നടന്നിട്ട് ഇവരൊന്നും അറിയാത്ത പോലെ വർത്താനം പറയുക. നമ്മൾ പറ്റിക്കപ്പെട്ടു. നമ്മൾക്ക് അതുകൊണ്ട് അവർ ബിരിയാണി മേടിച്ചിരുന്നു ഗൈസ്. ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ സൂയിലോട്ട് പോകാൻ പോകണം. അതിനാണ് നമ്മൾ വന്നത്. സത്യം ഹോസ്പിറ്റലിൽ വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നാലും മെയിനായിട്ട് നമ്മളെ സൂയിൽ കൊണ്ടുപോകണമെന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ സൂയിൽ കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വരത്തില്ലായിരുന്നു. സൂയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇനി സൂയിൽ പോകുമെന്നറിയാം. അല്ലെങ്കിൽ മിക്കവാറും നേരെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കും. നമ്മൾ സൂയിൽ പോയില്ല നമ്മളിവിടെ പ്രതിഷേധം നടത്തും. പ്രതിഷേധം ബിരിയാണി എടുത്ത സാധനങ്ങൾ എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെയിറ്റ് ചെയ്തിരുന്ന ഫുഡ് എത്തി ഗൈസ്. ഞം ഞം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ സൂയിലോട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.